ഇത് കോൺഗ്രസിന്റെ വിജയമാണെന്ന് നമ്മൾ ഊട്ടിയുറപ്പിക്കുമ്പോൾ അവിടെ നിരനിരയായി നിർത്താൻ പറ്റിയ ഒട്ടനവധി കോൺഗ്രസ് നേതാക്കളുണ്ട്. അത് രമേശ് ചെന്നിത്തല മുതൽ ഇങ്ങോട്ടുള്ളവരുടെ കഠിന പ്രയത്നം എടുത്തു പറയേണ്ടതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ആൾ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ. ഓടിയും നടന്നും ചാണ്ടി ഒഴുക്കിയ വിയർപ്പിന്റെ കൂടി ഫലമായിരുന്നു നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇപ്പോഴാ ചാണ്ടി ഉമ്മനെ പ്രശംസിച്ചുകൊണ്ട് എത്തുകയാണ് അദ്ദേഹത്തിന്റെ സഹോദരി. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മികച്ച വിജയം നേടിയ UDFന്റെ പ്രവർത്തനത്തിൽ ചാണ്ടി ഉമ്മനെ പ്രശംസിച്ചുകൊണ്ട് ഡോക്ടർ മരിയ ഉമ്മനാണ് എത്തിയത്. ചാണ്ടി ഉമ്മൻ നേരിട്ട് നയിച്ച പോരാട്ടം എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ടെന്നും ചാണ്ടിയുടെ നേതൃത്വത്തിൽ പുതുപ്പള്ളിയിലെ ഓരോ പ്രവർത്തകരും നേതാക്കളും ഒരുമിച്ച് നിന്ന് നടത്തിയ പരിശ്രമത്തിന്റെ ഫലം കൂടിയാണ് ഈ വിജയമെന്നുമാണ് മരിയ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. പുതുപ്പള്ളിയിലെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കും അപ്പയുടെ ഓർമ്മകളോടുമുള്ള പുതുപ്പള്ളിയുടെ ആദരം കൂടിയാണ് ഈ മിന്നുന്ന നേട്ടമെന്നും അവർ കൂട്ടിച്ചേർത്തു. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ പരിധിയിലുള്ള 8 പഞ്ചായത്തുകളിൽ 7 3 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലും 4 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലുമാണ് UDF വിജയം നേടിയത്. നിലമ്പൂരിൽ വീടുകൾ കയറി പ്രചാരണത്തിന് റെക്കോർഡിട്ട ചാണ്ടി ഉമ്മൻ ഇത്തവണയും പതിവ് തെറ്റിച്ചതേയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിനായിട്ട് വീടുകൾ കയറി ഇറങ്ങിയാണ് അദ്ദേഹം പ്രചാരണം കൊഴുപ്പിച്ചത്. ചുമ്മാതെ കയറുകയാണ് എന്നല്ല, വീടുകൾ ഓടിക്കയറി എന്ന് തന്നെ പറയണമായിരുന്നു. ഓടിത്തളർന്ന് സ്ഥാനാർത്ഥികളെ അണച്ചപ്പോഴും കരുത്ത് ചോരാതെ ചാണ്ടി അപ്പോഴും ഉത്സാഹത്തിലായിരുന്നു. കളിക്കുന്നത് ചാണ്ടി ഉമ്മനാണെന്ന് പലപ്പോഴും CPM മറന്നുപോയ നിമിഷം കൂടി നമ്മൾ കണ്ടു. നേരത്തെ നിലമ്പൂർ മണ്ഡലത്തിൽ 3000 വീടുകൾ കയറി ഇറങ്ങി ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ഉറപ്പിച്ച ചാണ്ടി ഉമ്മൻ തന്നെ തദ്ദേശ പോരിലും കളത്തിലിറങ്ങിയപ്പോൾ ആവേശം അല തല്ലുന്നതിനോടൊപ്പം തന്നെ ചാണ്ടി ഉമ്മൻ എഫക്ട് അലയടിക്കുക കൂടി ചെയ്തു. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ കിങ് മേക്കറായിട്ട് ചാണ്ടി ഉമ്മൻ മാറുകയായിരുന്നു. നിയോജക മണ്ഡലത്തിന്റെ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാമ്പാടി അടക്കം 8 ൽ 7 പഞ്ചായത്തും UDF ത്രസിപ്പിക്കുന്ന വിജയം കൊയ്യാനായത് ചാണ്ടി ഉമ്മന്റെ മിടുക്ക് തന്നെയാണ്. 8 പഞ്ചായത്തിൽ നിന്നുമുള്ള ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളും വിജയം രുചിച്ചു. മന്ത്രി VN വാസവനും ചാണ്ടി ഉമ്മൻ MLAയും തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന നിലയിലായിരുന്നു പഞ്ചായത്തിലെ 8 വാർഡിലെ മത്സരം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ നടത്തിയ ചിട്ടയായ പ്രവർത്തനമാണ് വിജയത്തിന് പിന്നിൽ. നേതാക്കളെയും പ്രവർത്തകരെയും MLA കേട്ടു. തുടർന്നായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ. 2000-ലധികം വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും പാമ്പാടിയിൽ തന്നെ MLA നേരിട്ട് കയറി വോട്ടുറപ്പിച്ചു. UDF പത്രിക തള്ളിപ്പോയ ഓർവയിലെ ആദ്യ തിരിച്ചടി മനസ്സിലാക്കിയ MLA ബൈക്ക് റാലി അടക്കമുള്ള റോഡ് ഷോകളിലൂടെ ഇടതുകോട്ടയെ വിറപ്പിച്ചു. ഇതേ രീതിയിൽ തന്നെ മറ്റു പഞ്ചായത്തുകളും നേരിട്ടുള്ള പ്രചാരണം ശക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയും വികസന മുരടിപ്പും MLA കൃത്യസമയത്ത് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കിയതും ഇരട്ടി നേട്ടമായി.